മീറ്ററിൽ വന്നിരിക്കുന്ന ഓർഗൻസയിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബൂട്ട വർക്കോട് കൂടെയാണ് കേട്ടോ. എംബ്രോയിഡറിയിലുള്ള ബൂട്ടയാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും പൂത്തിരാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓർഗൻസയിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പർച്ചേസ് ചെയ്യേണ്ട വിധവും പേയ്മെൻറ്റ് ചെയ്യേണ്ട വിധവും ഞങ്ങൾ കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു സ്മോക്ക് ഗ്രേ കളറിലാണ്. ഫാബ്രിക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓർഗൻസയിലാണ്. നമുക്കിത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല സാരിയുടെ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഫാബ്രിക് അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ തന്നെയാണ്. ഞാനിതിൻ്റെ കളറ് പറഞ്ഞല്ലോ, ഒരു സ്മോക്ക് ഗ്രേ പോലത്തെ കളറാണ്. ഇതിനകത്ത് പോയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത് ത്രെഡിൻ്റെ വർക്കും ഉണ്ട്, അതുപോലെ തന്നെ സീക്വൻസും ഉണ്ട്. സീക്വൻസ് എല്ലാം തന്നെ ഗോൾഡ് കളറിലുള്ള സീക്വൻസാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. സെയിം കളറിലുള്ള ത്രെഡ്, അതായത് ആ സ്മോക്ക് ഗ്രേ കളറിലുള്ള ത്രെഡാണ് ഇതിനകത്ത് എംബ്രോയിഡറി ആയിട്ട് പോയിട്ടുള്ളത്. അതൊരു ബൂട്ടയുടെ ഷേപ്പിലാണ്, നല്ല ഭംഗിയുള്ള ബൂട്ട ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെയാണ് ഫാബ്രിക്കിൽ മുഴുവൻ തന്നെ പോയിട്ടുള്ളത്. 44 ഇഞ്ചാണ് വിഡ്ത്ത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ് വെച്ച് വേണം നമ്മൾ കുർത്തിയോ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് ഒരുപോലെയുള്ള ഇപ്പോൾ ഒരു പാർട്ടിക്ക് കുറേ പേർക്കൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 165 റുപ്പീസ് പെർ മീറ്ററിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് പിങ്ക് കളറിലാണ്. റാണി പിങ്ക് അല്ല, എന്നാലും നല്ല ഒരു ഡീപ്പായിട്ടുള്ള ഒരു പിങ്ക് കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതും സെയിം ആ ഒരു മെത്തേഡിൽ തന്നെ എംബ്രോയിഡറി ബൂട്ടയായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് പോയിട്ടുള്ളതും ആ ഗോൾഡ് കളറിലുള്ള സീക്വൻസ് തന്നെയാണ്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം പോകുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 165 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പൗഡർ ബ്ലൂ കളറിലാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. എല്ലാം തന്നെ ഇങ്ങനെ വലിയ ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല, എങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള കളേഴ്സ് തന്നെ, നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഈ കളർ ഇങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതിനകത്ത് പോയിരിക്കുന്നതും സെയിം കളറിലുള്ള ത്രെഡിലുള്ള എംബ്രോയിഡറിയും സീക്വൻസ് വരുന്നത് ഗോൾഡ് കളറിൽ തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ 165 റുപ്പീസ് പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ്. ഇതിൻ്റെ എംബ്രോയിഡറിക്ക് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ആദ്യം കണ്ടതുപോലെയല്ല, ഷേപ്പിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള എംബ്രോയിഡറിയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. അതുപോലെ അതിനകത്ത് പോയിട്ടുള്ള ബൂട്ടയുടെ പോയിട്ടുള്ള എംബ്രോയിഡറി വർക്കിൻ്റെ ത്രെഡിൻ്റെ കളറും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒരു പിങ്ക് കളറിൽ അല്ലെങ്കിൽ ലൈറ്റ് പീച്ച് കളറിലുള്ള ത്രെഡാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ സീക്വൻസും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ ഫാബ്രിക് വരുന്നത്. 165 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറെ 2 കളറും കൂടെ അവൈലബിൾ ആണ്. ഒരു ഗ്രീൻ കളറാണ്, പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് ഇതും വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പീച്ചിൻ്റെ കണ്ടതുപോലെ തന്നെയുള്ള ബൂട്ടയാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. 165 റുപ്പീസ് തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ഒരു പർപ്പിൾ കളറിലാണ്, ലൈറ്റ് പർപ്പിൾ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. സെയിം കളറിലുള്ള കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറിലുള്ള എംബ്രോയിഡറിയാണ്. അതുപോലെ തന്നെ സീക്വൻസും ഗോൾഡ് കളറിലാണ് പോയിട്ടുള്ളത്. ഈ ഫാബ്രിക് എല്ലാം തന്നെ വന്നിരിക്കുന്നത് സോഫ്റ്റ് ഓർഗൻസയിലാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 165 റുപ്പീസ് പെർ മീറ്ററിലാണ്. വിത്ത് ലൈനിങ്ങിലാണ് നമുക്കിതൊക്കെ കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോഴോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് മാത്രമല്ല നമുക്ക് സാരിക്കായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ
നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളും മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.